വാർത്താ മലയാള ന്യൂസിന്റെ പ്രത്യേക അഭിമുഖ പരിപാടി തുടരുകയാണ്. ഇന്ന് വാർത്താ മലയാള ന്യൂസ് ടീമുള്ളത് കേരളത്തിന്റെ പ്രിയങ്കരനായ പൊതുപ്രവർത്തന രംഗത്തെ വേറിട്ട മുഖമെന്ന് വിശേഷിപ്പിക്കാവുന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫിന്റെ വസതിയിലാണ്. സ്വാഗതം സർ, കാൻഡി ടോക്കിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കടുത്തുരുത്തിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ധന്യ നിമിഷത്തിലാണ് സാക്ഷ്യം വഹിച്ചത്. നമുക്കറിയാം, ഏറെക്കാലം കടുത്തുരുത്തി നിവാസികളുടെ സ്വപ്നമായിരുന്നു കടുത്തുരുത്തി ബൈപ്പാസ് എന്ന് പറയുന്നത്. ആ സ്വപ്നം യാഥാർത്ഥ്യമായി. സന്തോഷം തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും അത് വികസന രംഗത്ത് കടുത്തുരുത്തിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായ ഒരു പ്രധാനപ്പെട്ട പദ്ധതി എന്ന നിലയിൽ കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാകുക എന്നുള്ളത് ജനങ്ങളുടെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു, നാടിൻ്റെ ആവശ്യമായിരുന്നു. കോട്ടയം എറണാകുളം സംസ്ഥാന പാതയ്ക്ക് സമാന്തരമായി നമ്മുടെ ഏറ്റവും തിരക്കേറിയ പ്രദേശങ്ങളിലൊന്നായ കടുത്തുരുത്തി പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ശബരിമല സീസണിലൊക്കെ വളരെ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. എല്ലാ ദിവസവും ആളുകൾക്ക് ഗതാഗത കുരുക്ക് മൂലം കടുത്തുരുത്തി ടൗണിൽ താമസം നേരിടുന്നു എന്ന പരാതി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇത് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെങ്കിൽ പുതിയൊരു ബൈപ്പാസ് റോഡ് മാത്രമായിരുന്നു അതിനൊരു മാർഗമായിട്ടുള്ളത്. അതുകൊണ്ടാണ് അതേക്കുറിച്ച് ആലോചിച്ചതും അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയത്. ഞാൻ 96 ആദ്യം MLA ആയപ്പോൾ തന്നെ കടുത്തുരുത്തിക്ക് വേണ്ടി വിവിധ പദ്ധതികൾ പ്ലാൻ ചെയ്തതിൽ ഒരു പ്രധാനപ്പെട്ട സ്വപ്ന പദ്ധതിയായിരുന്നു കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ്. പക്ഷെ അതിനുവേണ്ടിയുള്ള പ്രാഥമിക ആദ്യം PWD ഓഫീസ് കടുത്തുരുത്തിൽ അനുവദിച്ചു. അന്ന് ബഹുമാനായ എൻ്റെ നേതാവ് ശ്രീ P. ജോസഫ് ആയിരുന്നു മന്ത്രി. അദ്ദേഹം PWD ഓഫീസിന്റെ ഉദ്ഘാടനം കടുത്തുരുത്തിയിൽ നിർവഹിച്ചുകൊണ്ടാണ് സത്യത്തിൽ PWDയുടെ റോഡ് വികസനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തുടക്കം ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിലാണ്. അതിനുശേഷം പിന്നീട് 2001, 2006 കാലഘട്ടത്തിൽ ഞാൻ MLA അല്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒന്നും നടന്നില്ല, സ്ഥലമെടുപ്പ് കാര്യങ്ങളൊന്നും നടന്നില്ല, ഇതിനുള്ള ഫണ്ട് അനുവദിച്ചില്ല. അതിനകത്തൊരു പരാമർശമുണ്ട്. നമുക്കറിയാം, ഫേസ്ബുക്ക് പേജിൽ ശ്രദ്ധിക്കുകയുണ്ടായി, സാർ ചിലരൊക്കെ ഒഴിവാക്കിയെന്ന് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അങ്ങനെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. ഒരു കാര്യമില്ല, ആരും ഒഴിവാക്കി. കടുത്തുരുത്തിയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾക്കൊള്ളിച്ചു, എല്ലാവരും ഉണ്ട്. പിന്നെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ മുൻ MLA പേരാണ്. അങ്ങനെ ഇതിനകത്തൊരു പങ്കുമില്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒന്നും നടന്നില്ലെന്നുള്ളതായിരുന്നു പ്രശ്നം. നടന്നെങ്കിൽ പിന്നെ ആ കാലഘട്ടത്തിൽ കാര്യങ്ങൾ നടന്നതിന്റെ തെളിവ് വേണ്ടേ? നമുക്ക് 2001, 2001 കാലഘട്ടത്തിൽ 1 രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടില്ല, ഒരു തുണ്ട് ഭൂമി ഏറ്റെടുത്തിട്ടില്ല, ഒരു വർക്ക് നടന്നിട്ടില്ല. പിന്നെ എന്ത് പറയാന്? പിന്നെ ആ കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധിയായി ആ കാലഘട്ടത്തിൽ 2001, 2006 കാലഘട്ടത്തിൽ കടുത്തുരുത്തിയിലെ ഒരു കാര്യങ്ങളിലും മുൻ MLA ആയിരുന്ന മോൻസ് ജോസഫിനെ പങ്കെടുപ്പിച്ചിട്ടുമില്ല. പിന്നെ പറയുന്നതിൽ എന്താ? പിന്നെ LDF സർക്കാർ 10 വർഷം ഭരിച്ചു. സമീപകാലത്ത് നടന്ന പരിപാടികളിലൊന്നും ഇവരാരെയും കൂട്ടി പിന്നെ ഗവൺമെന്റ് വെച്ചിട്ടില്ല, LDF വെച്ചിട്ടില്ല. LDF വയ്ക്കാത്ത ആളുകൾ ഇപ്പം ഞാൻ വെക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ ഇപ്പം നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള പാർട്ടികളെ വെച്ചാൽ മതി എന്നാണ് സർക്കാരിന്റെ LDF ഉൾപ്പെടെ എടുത്ത തീരുമാനം. നിയമസഭയിലെ പ്രാതിനിധ്യം നോക്കിയാണ് പല പാർട്ടിയും വെക്കാൻ പറ്റില്ല, പലർക്കും നിയമസഭ പ്രാതിനിധ്യം ഇല്ല. ഞങ്ങൾ കടുത്തുരുത്തിയിൽ ചെയ്ത് അന്തസ്സായിട്ടാണ് സർവ്വ പാർട്ടിയും വെച്ചു. നിയമസഭാ പ്രാതിനിധ്യം നോക്കിയാൽ നിയമസഭാ പ്രാതിനിധ്യത്തിൽ 4-5 പാർട്ടി ഈ പ്രോഗ്രാമിനുണ്ടല്ലോ. ഓൾ പാർട്ടി യോഗം വിളിച്ചു കൂട്ടി, എല്ലാവരും ചേർത്ത് പിടിച്ചു. ഇന്നലെ കടുത്തുരുത്തി ജനസമുദ്രമായി മാറിയില്ലേ? ജനസമുദ്രം. കടുത്തുരുത്തി ബൈപ്പാസ്, ഞാൻ പറഞ്ഞ കടുത്തുരുത്തി ബൈപ്പാസും കടുത്തുരുത്തി ടൗൺ റോഡും നിറഞ്ഞ് കവിഞ്ഞൊഴുകുമായിരുന്നു. മുഖ്യമന്ത്രി ഇറങ്ങിയിട്ട് ഞാൻ പോലീസിനെ മാറ്റി. അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. നമുക്കറിയാം, കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഞാനിവിടെ ഇൻട്രോ പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കടുത്തുരുത്തിയുടെ പേരിന് സ്വർണ്ണ തിളക്കം പകർന്നു നൽകിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സാറ്. അപ്പം ഇനിയും കടുത്തുരുത്തി ഒട്ടേറെ വികസിക്കാനുണ്ട് ഇനിയും. അതായത് നമുക്കറിയാം, മനോരമയിലൊക്കെ ഒത്തിരി ഇത് വന്നതാണ്, ശരിയല്ലേ? അല്ല, കടുത്തുരുത്തി ഇനിയും വികസിക്കും. കടുത്തുരുത്തിയുടെ വികസന പ്രസംഗത്തിൽ പറയുകയുണ്ടായി 10 ലക്ഷം രൂപ, അല്ലെ 10 കോടി രൂപ. 10 കോടി രൂപ അടുത്ത കാര്യത്തിൽ കിടക്കുകയാണ്. ഇതുവരെ കടുത്തുരുത്തി വിശദീകരിക്കാമോ? ഇന്നലെ തന്നെ കടുത്തുരുത്തിയിൽ നടന്ന ഈ ഉദ്ഘാടനം ലോകം മുഴുവനുള്ള ആളുകൾ തന്ന പ്രോത്സാഹനം, ലോകം മുഴുവനുള്ള ആളുകൾ ഇന്നലെ ഇത് ലൈവ് ടെലികാസ്റ്റ് ആയിരുന്നുകൊണ്ട് വലിയ പ്രശംസയും അഭിനന്ദനമായിട്ടാണ് വന്നത്. അപ്പൊ ഇതുപോലെ നടക്കുന്ന മനോഹരമായ ഉദ്ഘാടന ചടങ്ങുകൾ കാണുമ്പോൾ പലർക്കും വിരളി പിടിക്കും. രാഷ്ട്രീയമായ അസൂയക്കാര് ആരെങ്കിലുമൊക്കെ അവിടെയൊക്കെ അതൊക്കെ നനഞ്ഞ പടക്കം പോലെ ആയിപ്പോയില്ലേ? ഈ ജനസഞ്ചയത്തിന്റെ മുമ്പിൽ ഇതുപോലെ ജനസാഗരമായി ഒഴുകിയപ്പോൾ ബൈപ്പാസ് റോഡ് ഒന്ന് കടുത്തുരുത്തി പള്ളിയിലെ താഴത്തുപള്ളിയിലെയും വലിയ പള്ളിയിലെയും പെരുന്നാളിനാണ് ഇതുപോലെ കടുത്തുരുത്തി പട്ടണം അലങ്കരിച്ചിട്ടുള്ളൂ. പിന്നെ തളിയിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനുണ്ട്. ഈ 3 കാര്യങ്ങൾക്കാണ് ഞങ്ങളൊക്കെ ചെറുപ്പം മുതൽ കടുത്തുരുത്തി പട്ടണം ഇതുപോലെ മനോഹരമായി അലങ്കരിച്ച് കണ്ടേക്കുന്നതേ ഉള്ളൂ. ആ 2 പള്ളിയുടെയും 3 അമ്പലത്തിന്റെയും കൂടെ ചേർന്ന് 3 ഉത്സവങ്ങളുടെ അതിനേക്കാൾ കൂടുതൽ അലങ്കാരം കടുത്തുരുത്തി പട്ടണത്തിലുണ്ടായി. ബൈപ്പാസ് മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ് പിന്നെ എല്ലാ വൈദ്യുതി ദീപാലങ്കാരങ്ങളും
കൊടിതോരണങ്ങൾ കൊണ്ടു പറഞ്ഞു. കടുത്തുരുത്തി ടൗൺ ഇന്നലെ ഒരു മഹോത്സവമാക്കി മാറ്റി, ജനങ്ങൾ ഏറ്റെടുത്തു. അപ്പൊ ഇത് ജനങ്ങളുടെ ആ ഒരു അഭിലാഷം എന്ന് പറയുന്നത് ഇനി കടുത്തുരുത്തി വികസിക്കണം എന്നുള്ളതാണ്. അപ്പൊ വികസന മുരടിപ്പിന്റെ കുറേയേറെ കാര്യങ്ങൾ LDF ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കേരളം ഒട്ടായുണ്ട്. അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ അത് കടുത്തുരുത്തിയുടെ മാത്രമല്ല, കേരളത്തിൽ മൊത്തം ഉണ്ടായല്ലോ. ഡെവലപ്മെന്റ് ബ്ലോക്ക് ചെയ്തു, ഫണ്ടില്ല, ജനങ്ങൾക്ക് രക്ഷയില്ല. ഇവിടെ ഏതെങ്കിലും കാര്യം നടക്കണം, മനുഷ്യന്റെ എല്ലാ ആനുകൂല്യങ്ങളും നിർത്തലാക്കി. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയ ചികിത്സിക്കാനുള്ള സാധനം വരെ മനുഷ്യൻ മേടിച്ചു കൊടുക്കണം. എന്തൊരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെല്ലാം മാറ്റം ഉണ്ടാവും. ഇവിടെ പാവപ്പെട്ട ആളുകൾ, ഉമ്മൻചാണ്ടി ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി, കേരളത്തിൽ പാവങ്ങളെ സഹായിക്കാനുള്ള പദ്ധതികൾ ആദ്യമായി കൊണ്ടുവന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് UDF സർക്കാരാണ് കേരളത്തിൽ സാധാരണക്കാരായ മനുഷ്യരെ ചേർത്ത് പിടിച്ച് വികസനത്തിന്റെ കൂടെ കരുതൽ, അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം അതായിരുന്നല്ലോ, വികസനവും കരുതലും. അപ്പൊ VD സതീശൻ നയിക്കുന്ന പുതിയ UDF സർക്കാരും കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കും. കേരളത്തിന് കൂടുതൽ വികസനം ഉണ്ടാകും, പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയുള്ള എല്ലാ ക്ഷേമ പദ്ധതികൾക്കും അനുവാദം കൊടുക്കും. അപ്പൊ ഒരു മന്ത്രി എന്ന നിലയിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്, ശരിയല്ലേ? ഈ കടുത്തുരുത്തി മണ്ഡലത്തിന്റെ MLA എന്ന നിലയിൽ നോക്കണം, മന്ത്രി എന്ന നിലയിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി. രണ്ട് കാര്യങ്ങളും ഒരു കുഴപ്പമില്ലാണ്. എങ്ങനെ മുന്നോട്ട് പോകും? രണ്ട് കാര്യങ്ങളും ഒരു കുഴപ്പമില്ല, ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ. സാർ എപ്പോഴും എനർജറ്റിക് ആണ് പറയുന്നത്, അല്ല അതിപ്പോ നമ്മൾ വന്ന് കിടക്കുന്ന 3 മണിക്കാ. അതിപ്പോ 3 മണിക്ക് കിടന്നാലും നമ്മൾ അതിൽ ആളെ കാണുന്നുണ്ടല്ലോ. ഇനി ഒത്തിരിയേറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, എങ്കിലും ഞാൻ നിർത്തുകയാണ്. ഇത്രയും തിരക്കുണ്ടായിട്ടും നമ്മുടെ സഹകരിച്ച വാർത്താമലയാളം ന്യൂസിന്റെ കാൻഡിഡേറ്റ് അതിന് ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ അഭിമുഖത്തിൽ പറയുകയുണ്ടായി. കടുത്തുരുത്തി ഇനി എങ്ങനെ, പഴയ കടുത്തുരുത്തി അല്ല, പുതിയ കടുത്തുരുത്തിയിലെ ജനങ്ങൾക്ക് അദ്ദേഹം വിഭാവനം ചെയ്തു കഴിഞ്ഞു. സാറിന് ഏറ്റവും ഹൃദയംഗമായ കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.